Hi, hello, namaskaram. Welcome to My G Future and White Gold presents Big Boss Agni Pariksha. ഇതുവരെ പിന്നിട്ടത് പാതി ദൂരം മാത്രം. ഇനി മുന്നോട്ടുള്ളത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇന്ന് വെറും ഒരു എപ്പിസോഡല്ല, വീക്കെൻഡ് വാറാണ്. എന്താ അറിഞ്ഞിട്ടാ കൈയടിക്കുന്നേ? ഈ ഒരു വീക്കെൻഡ് വാറിലില്ലേ, തീപ്പൊരി വാറുന്ന പോരാട്ടം മാത്രമല്ല, പകരം നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ഒന്നല്ല രണ്ട് അപ്രതീക്ഷിത സർപ്രൈസുകളാണ്. സോ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ആവേശം നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കാം. റെഡിയാണോ? സോ once again welcome to Big Boss Agni Pariksha. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോണെങ്കിൽ ഇനി നമുക്ക് ആര് വേണം? ജഡ്ജസ്. അപ്പൊ നമുക്ക് വിളിക്കാം ജഡ്ജസിനെ. So let's welcome our honorable judges Riya Salim, Akhil Marar and Rajit Ji. Let's Big Boss. Big Boss. I'm getting money, man. I'm getting money, man. I'm getting money, man. Let's Yes, judges. No. ദേ നമ്മൾ വീക്കെൻഡ് വാറിലെത്തി. എന്താണ് വീക്കെൻഡ് വാർ? ഇതുവരെ നടന്ന വാറൊന്നും അല്ല. അല്ല, ഇനി കാണാനിരിക്കുന്നതാണ് വാർ. അതെ, വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ സംഭവങ്ങളൊന്ന് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. Are you guys ready for war? Yes. നമുക്ക് നോക്കാം. അവര് റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. എന്തായാലും നിങ്ങൾക്ക് 3 പേർക്കും ഗെറ്റ് ഔട്ട് ഹൗസ്. ഒരു മിനിറ്റ്. അതാ ഞാൻ പറഞ്ഞത്, മെല്ലെ അവിടെ പോയി ഇരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മത്സരാർത്ഥികൾക്ക് മാത്രമല്ല സർപ്രൈസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ പിന്നെ ആരും ഇവിടെ നിൽക്കും? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. സമാധാനമായിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ നല്ലത്, നീ അവിടെ വന്നിരിക്കുന്നത്. ചേട്ടാ, ഓക്കെ. അപ്പൊ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ 3 ജഡ്ജസ് എങ്ങനെയുണ്ട്? തീ പാറുന്ന ജഡ്ജ്മെന്റ് ഒക്കെ അല്ലേ? അപ്പൊ അതിന് തൊട്ട് അരികത്തായിട്ട് ഒരു 2 സീറ്റ് കൂടെ ഉണ്ട്. വിച്ച് മീൻസ് ആരോ വരാനുണ്ട്. 2 ഗസ്റ്റുകളുണ്ടല്ലേ? അത് ജഡ്ജ് ചെയ്യുന്ന ഗസ്റ്റുകളാണെങ്കിലോ പൊളിക്കും, തീ പാറുമെന്ന് നോക്കാം. നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ തീയിൽ വെന്ത് ആ ഒരു ഊർജത്തോടെ പുറത്തിറങ്ങിയ 2 മത്സരാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ എത്തുന്നു. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ സ്വന്തം ചിരി കൊണ്ടും തമാശകൾ കൊണ്ടും സ്റ്റേറ്റ്മെന്റ് കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും ഗെയിം കൊണ്ടും ജനമനസ്സുകളിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു വ്യക്തി. ലെറ്റ്സ് വെൽക്കം വീണ നായർ. സീസൺ 2 മത്സരാർത്ഥിയായിട്ട് വന്നു. അതെ, ഇപ്പതേ സീസൺ 8 മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ഗസ്റ്റ് ജഡ്ജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? എല്ലാവർക്കും ആദ്യം ഹായ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഞാൻ എൻ്റെ പഴയ തറവാടിലേക്ക് വന്ന ഫീലിലാണ് ഞാനുള്ളത്. ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് തന്നെ എൻ്റെ കാര്യത്തിൽ പറയാം. ഞാൻ ബിഗ് ബോസിന് ശേഷം ഭയങ്കര നിങ്ങൾ എൻ്റെ മട്ടുഭാവം തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഞാൻ വളരെ ബോൾഡായി. ബിഗ് ബോസിനകത്ത് ഫുൾ ടൈം കരച്ചിലും പിടിച്ചിലും ടാസ്ക് ഒക്കെ ചെയ്യുമെങ്കിലും അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു. ആ ലൈഫിലെ പ്രശ്നങ്ങളിലെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തു. ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ, ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. നിങ്ങളൊക്കെ പൊളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്കിപ്പോൾ പൊളിക്കാം എന്നത്തെ എപ്പിസോഡ്. അപ്പൊ വീണ ചേച്ചിക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ. നമ്മുടെ ബിഗ് ബോസ് സെക്കൻഡ് സീസണിലെ ഒരാളെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? ഒരാളൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസില് ഓരോ ദിവസവും തന്നെ കുറിച്ചുള്ള ഒരു ചർച്ചയാക്കി മാറ്റിയ ഒരു വ്യക്തി. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ രജിത് കുമാർ. രജിത്തേട്ടാ, വെൽക്കം ടു ബിഗ് ബോസ് അഗ്നി പരീക്ഷ. താങ്ക് യു. രജിത്തേട്ടാ, ദേ ഒരു സീസണില് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നു, പിന്നെ ഒരു സീസണിൽ ചാലഞ്ചർ ആയിട്ട് കയറി. ഇപ്പൊ വീണ്ടും 8th സീസൺ എത്തി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി ഗസ്റ്റ് ജഡ്ജ് ആയിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായും. എന്താ പറയാൻ തോന്നുന്നത് ഈ ഒരു ജേർണി? അത് കാരണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ഷോയ്ക്കും എന്നോടുള്ള ആ ഒരു വിശ്വാസ്യത, എൻ്റെ അർപ്പണ മനോഭാവം, ഈ ഷോ വിജയിപ്പിക്കാൻ വേണ്ടി എന്താ പറയുക 200% അതിനപ്പുറത്ത് കൊടുത്ത് കളിച്ച് ശ്രമിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവർ എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നു. യെസ് ഗൈസ്, അപ്പൊ ദേ 2 അഗ്നി ഗോളങ്ങളെയാണ് നമുക്ക് ഗസ്റ്റ് ജഡ്ജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പൊളിക്കല്ലേ? ഇവര് 2 പേരും ഇത്രയും വൈബായിട്ട് സംസാരിച്ചില്ലേ? ഇവർക്ക് വൈബ് മാത്രമല്ല, ഇവർക്ക് ചില പ്രത്യേക പവറുകളുണ്ട്.
ഓക്കെ, ആ പവർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിനു മുന്നേ നമുക്ക് ഇവരെ ഒന്ന് സീറ്റിലോട്ട് ഇരുത്താം. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ജഡ്ജസ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡില് അസാധ്യ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച 3 വ്യക്തികൾക്ക് നമ്മളൊരു സമ്മാനദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയവരാരൊക്കെയാ? യെസ്, എണീറ്റിക്ക. യു ആർ എവിക്റ്റഡ്. അല്ല വെറുതെ സ്പെഷ്യൽ പവർ. അതെ, എന്തായാലും നിങ്ങൾ അധ്വാനിച്ച് നേടിയ ആ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കും അവരെ പോലെ തന്നെ ഒരു പവർ ഉണ്ട്. പക്ഷെ അത് എന്താണെന്ന് വഴിയെ പറയാം. ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാസ്ക് ഓഫ്. അപ്പൊ ഇന്ന് മാസ്ക് ഓഫിൽ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് പൂജ. റെഡി അല്ലേ? ടോപ്പിക് ഫോർ പൂജ പ്ലീസ്. വീട്ടമ്മ. ഞാൻ ഒരു 15 വർഷമായിട്ട് ഒരു എന്താ പറയാ, ഒരു വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ കൂടെ വന്നിരിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് വരുമാനോ കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വീട്ടമ്മ. പക്ഷെ ഞാൻ അതിൽ നിന്നൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത്. അപ്പൊ എന്നെ വെച്ച് പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒരു പൂജ ഉണ്ടായിരുന്നു. ഭയങ്കര കുറെ ഡാൻസ്, പാട്ട്, ആക്ടിങ്, ഇതിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ഒരാള്. പക്ഷെ ആഫ്റ്റർ മാരേജ് ആ പൂജ മാറി വേറൊരു പൂജയായി. പക്ക ഒരു വീട്ടമ്മ മാത്രമായിട്ട് അങ്ങനെ ഒരു ഒതുങ്ങി കൂടിയ ഒരു ലൈഫ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പൊ ഇപ്പൊ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഫാമിലിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. ഒരാളോട് ചോദിക്കാണ്, നീ എന്താ ചെയ്യണേ? അവൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവള് വീട്ടമ്മയാ. നമുക്ക് പണിയില്ലേ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് കാൽ തൊട്ട് വീണോരം വരെ പണിയുണ്ടാവും. പക്ഷെ എല്ലാവരും പറയാ അവൾക്ക് ഒരു പണിയില്ല. ഇതേ ജോലി തന്നെ വേറൊരു വീട്ടിൽ നമ്മൾ പോയി ചെയ്യുമ്പോ അതിന് ഭയങ്കര വാല്യൂ ആ. സ്വന്തം വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു വാല്യൂ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഹൗസ് വൈഫുകളോടാണ്. ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു വീക്ക് വുമൺ അല്ല, ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു പവർഫുൾ വുമൺ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ വളരെ കോൺഷ്യസ്ലി ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഒരു സംഭവം കൂടെയാണ് ആ വാക്ക്. അത് ആ തീരുമാനം എടുക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് അതിന്റെ ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അതിൽ ആഗ്രഹമില്ല. സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വാതോരാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. പക്ഷെ ഞാൻ വീട്ടമ്മ അല്ലാത്തത് കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളിലേക്ക് ഞാൻ പാസ് ചെയ്യാം. വീണ, ഈ 15 വർഷം എടുത്തു എന്ന് പറഞ്ഞു അല്ലേ? ഈ 15 വർഷം ഇതിൽ നിന്നൊന്ന് ചേഞ്ച് ആയി വരാൻ ഒരു കാരണം ഉണ്ടാവും. ആ മാറ്റർ എന്താ? അതായത് നമ്മൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചത്. പക്ഷെ നമ്മൾ കുറച്ച് നാളായിട്ട് പുതിയ വീടൊക്കെ വെച്ച് മാറി. അപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു വീട്ടമ്മ ആയി എന്ന്. ഇപ്പൊ എല്ലാവരും എന്നെ പറയും, ഓ പുതിയ വീടൊക്കെ വെച്ച് വീട്ടമ്മയായി. സത്യം അങ്ങനെ പറഞ്ഞ് ഇവരെ നമ്മൾ കാലത്ത് എഴുന്നേക്കുന്നു, ഇവർക്ക് വേണ്ടി ചെയ്യുന്നു, ഇവർ പോകുന്നു. ആ ഒരു വീട്ടിൽ ഞാൻ ഭയങ്കര ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ തോട്ടൊക്കെ വന്നത്. അതുവരെ എനിക്ക് ഒരു മിസ്സിങ് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഓരോരുത്തരെയൊക്കെ കാണുമ്പോ ഓ നമ്മളൊന്നും ആയില്ല, അങ്ങനെ എനിക്ക് തോന്നും. ഓക്കെ പൂജ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഷിജുവിനെ വിളിക്കാം. ഷിജുലാൽ. യെസ്, ഷിജുലാൽ. യെസ്, ഷിജുലാലിനുള്ള ടോപ്പിക് എന്താ? എന്റെ നാട്. എന്റെ നാടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്റെ നാട് കേരള തമിഴ്നാട് ബോർഡറിലെ എരുമാട് എന്ന ഭാഗത്താണ്. നമ്മുടെ സലീമേട്ടൻ്റെ ഒരു സിനിമയിലുണ്ട്, ഇങ്ങനെ എന്താ പറയാ, ഒരു നാട്ടിലോട്ട് എത്തുന്ന സമയത്ത് കൊച്ചി എത്തി ആ ഒരു സിറ്റുവേഷനാണ് എന്റെ നാട്. അതിന്റെ കാരണം, അതിന്റെ റീസൺ, എന്റെ ടൗണിനനുസരിച്ച് ഒരു കുഴിയുണ്ട്, ഒരു വേസ്റ്റ് ചാലുണ്ട്. അത് എന്റെ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. ആ ഒരു വേസ്റ്റ് ചാല് ഒരു ശിവരാത്രി സമയത്ത് ഇങ്ങനെ പരിപാടി ഞാനൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വേസ്റ്റ് ചാലിന്റെ സൈഡില് ഒരു അച്ഛനും അമ്മയും ഒരു മോളും ഇങ്ങനെ കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക.
അപ്പൊ മോളിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. മോളിങ്ങനെ കളിച്ച് നേരെ ആ ഒരു കുഴിയിലോട്ട് വീണു. അപ്പൊ എന്റെ കണ്ണിൽ പെട്ടെന്ന് പെട്ടു അത് ഞാൻ പെട്ടെന്ന് ആ കുഴിയിലോട്ട് ചാടി എടുത്തിട്ട് ആ കുട്ടീനെ എടുത്തിട്ട് ഞാൻ അത് പോലീസുകാരനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കാരണം വെച്ചാൽ ആ ഒരു കുഴി ഒരു മരണക്കുഴിയാണെന്ന്. അപ്പൊ ഞാൻ ഈ നാടിനെ കുറിച്ച്, ആ ഒരു കുഴിയെ കുറിച്ച് ഞാനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് എന്റെ നാട്ടിൽ ഭയങ്കര ചർച്ചയായി. കാരണം എന്താ പറയാ, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞങ്ങള് ഇത്രയും കാലം നടന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ നിന്റെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോണേ? എന്നാൽ ഞാൻ ചിരിയിലൂടെ ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ആ ഒരു വൈകുന്നേര സമയത്ത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോൾ വരുന്നുണ്ട്. എന്താ പറയുക, ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള റീസൺ, അതിന്റെ സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തി തരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുനിസിപ്പാലിറ്റിത്തെ ആൾക്കാർ വന്നിട്ട് അത് ക്ലീൻ ചെയ്തു. അത് ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം അവിടെ മണല് സിമന്റ് കമ്പി ഇറക്കി, എന്നിട്ട് അത് മൂടി. പവർ ഓഫ് സോഷ്യൽ മീഡിയ. അത് മൂടി. പിന്നെന്ന് വെച്ചാല് എന്റെ നാടിന് എന്താ പറയാ, ചോർന്ന് വലിച്ച് കിടക്കുന്നവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, കറണ്ടായിട്ടും. പിന്നെ എന്താ പറയാ, സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോ ഞാൻ അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കൂട്ടോ, എത്ര മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോലും എന്റെ വീട്ടില്. അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കും, അച്ഛാ നമ്മളെപ്പോഴും അച്ഛ ഒരു വീട് വെക്കാന്ന്. അപ്പൊ അച്ഛൻ എന്റെ മുഖത്തോക്കി ചിരിക്കും. ആ ചിരി ഞാൻ ഇപ്പോഴും മറക്കൂല കേട്ടോ. കാരണം വെച്ചാൽ ആ ചിരിയിലെല്ലാം ഉണ്ട്. ചെറിയ പ്രായത്തില് അച്ഛനമ്മമാർക്ക് ഒരു വാക്ക് കൊടുക്കും മക്കള്, ഞാൻ വലുതാവുമ്പോ അത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. ഞാൻ വലുതാവുമ്പോ ഞാനൊരു വീട് വെക്കമ്മ. എന്റെ 23-ാമത്തെ വയസ്സിൽ ഒരു വലിയ വീടല്ലെങ്കിലും ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ചെറിയ വീട് വെച്ചു ഞാൻ. കാരണം വെച്ചാല് ഞാൻ പല പണിക്ക് പോയിട്ടുണ്ട്. അച്ഛന്റെ കൂടെ ഞാൻ ചെറുപ്പത്തിൽ കൈക്കോട്ടുപണിക്ക് പോയത്. അത് പിടിച്ചു നോക്കിയ തയമ്പ് കാണാം. ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. തെങ്ങ് കയറാൻ പോവും, അടക്ക പറിക്കാൻ പോവും, മരുന്നടിക്കാൻ പോവും, ഇൻഡസ്ട്രിയിൽ വർക്കിന് പോവും. പിന്നെ അങ്ങനെ എല്ലാ പരിപാടിക്കും എന്ന് വെച്ചാൽ കൂലിപ്പണിയിൽ എന്തൊക്കെയാണോ എല്ലാ പരിപാടിക്കും ഞാൻ പോവും. പക്ഷെ ഇപ്പൊ അവരുടെ ആ നാട്ടില് ഞാൻ ഒരിക്കലും ഒരു സ്റ്റാറോ ഒരു വലിയ ആളല്ല. ആ നാട്ടില് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അടിപൊളി. രജിത്തേട്ടാ, എന്താണ് ഷിജിലാലിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്? എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ഷിജിലാലിന്റെ കുറെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം. സോഷ്യൽ മീഡിയയിലെ കുറെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ചാട്ടത്തിനും ബഹളത്തിനും ഒക്കെ പോയി തൻ്റെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ആളാണ് ഷിജിലാൽ. അങ്ങനെയാണെങ്കിൽ ഷിജിലാൽ എന്ത് മെസ്സേജ് ആയിരിക്കും അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുക? ഞാൻ ആ ബിഗ് ബോസിൽ നിന്ന് 100 ദിവസം എനിക്ക് അവിടെ വാഴാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 ദിവസം ഞാൻ ഇറങ്ങുന്ന സമയത്ത് കേരളക്കണക്കിൽ ജനങ്ങൾ പറയണം, എനിക്ക് ഷിജുലാലിനെ പോലെയാണോ, ഷിജുലാലാണ് എന്റെ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ആവാൻ കഴിയട്ടെ. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് എൽദോനെ വിളിക്കാം. എൽദോ, ടോപ്പിക് നോക്കാം. പരാജയം. നിങ്ങൾ എന്തെങ്കിലും ആത്മഹത്യനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ദേ ഇവിടെ വന്ന് നിൽക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ്. എല്ലാ സാധാരണക്കാരായ ചെറുപ്പക്കാരെ പോലെ എൻ്റെ ആഗ്രഹവും കേരളം വിട്ട് വിദേശത്തെ ഏതെങ്കിലും രാജ്യത്ത് പോകണം, അവിടെ ഒരു ജോലി സമ്പാദിക്കണം, പഠിക്കണം, പ്രേമിച്ച കുട്ടീനെ കല്യാണം കഴിക്കണം, നാട്ടിലൊരു വീട് വെക്കണം, അമ്മേനെ പൊന്നുപോലെ നോക്കണം. കൂട്ടി വെച്ച എല്ലാ പൈസ എടുത്തിട്ട് ഞാനൊരു സ്റ്റഡി എബ്രോഡ് ഏജൻസി വഴി വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അവര് എന്നെ ബുദ്ധിപൂർവ്വം അങ്ങ് പറ്റിച്ചു കളഞ്ഞു. ഞാൻ അന്നൊന്നും വലിയ കാര്യമായിട്ട് കള്ളു കുടിക്കില്ലെങ്കിലും ഞാൻ ചെറുതായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. എന്റെ പ്രണയം പരാജയപ്പെട്ടു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കംപ്ലീറ്റ് ബ്രോക്ക്. ലൈഫിൽ എല്ലാ തരത്തിലും ഞാനൊരു തോൽവിയായിട്ട് മാറി. അപ്പോ ആ സമയത്താണ് ഞാൻ ഈ ആത്മഹത്യനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് നേരെ ബാക്ക് ചെയ്തു. ഞാൻ ഒരു ലക്ഷ്യമില്ലാതെ ഇന്ത്യ മൊത്തം കറങ്ങാൻ തുടങ്ങി. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. എനിക്ക് പറ്റിയ ഈ മണ്ടത്തരങ്ങൾ ഇനി വരുന്ന തലമുറയ്ക്ക് തോന്നരുത്. അങ്ങനെ ഞാൻ കുട്ടികളെ പണം എന്താണെന്നും പണം എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇത്തരത്തിലുള്ള സ്കാമേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കി ജീവിതത്തിൽ ബുദ്ധിപരമായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്നും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ദ ഫിനാൻസ് സ്കൂൾ എന്നൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്തു. അതുപോലെ തന്നെ എന്നെ പറ്റിച്ച സ്റ്റഡി എബ്രോഡ് ഏജൻസിക്കെതിരെ ഞാൻ ഒറ്റയ്ക്ക് കേസ് വാദിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തുടക്കം ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു. ഏകദേശം 50ഓളം സ്ഥലത്ത് നിന്ന് ഈ സ്റ്റാർട്ടപ്പ് ഐഡിയക്ക് റിജക്ഷൻ കിട്ടി. കഴിഞ്ഞ വർഷം 7000ഓളം കുട്ടികളെ
പണം എന്താണെന്നും പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ജീവിതത്തിൽ എങ്ങനെ മുന്നേറണമെന്നും പഠിപ്പിച്ച ഒരു അധ്യാപകനായിട്ട് എനിക്ക് മാറാൻ പറ്റി. ഈ പോരാട്ടങ്ങൾക്കൊക്കെ എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത് എൻ്റെ പരാജയങ്ങളാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം തരാൻ പറ്റും. പക്ഷെ അതൊരു ഒളിച്ചോട്ടം മാത്രമാണ്. യഥാർത്ഥ ഭീരുവായി മാറാതിരിക്കുക, ഒരു പോരാളിയുടെ മനസ്സ് സ്വീകരിക്കുക, ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുക. വിജയം നിങ്ങൾക്കുള്ളതാണ്. എൽഡോന്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട്. അത് സംടൈംസ് സം പീപ്പിൾ ആർ ബ്ലെസ്ഡ് വിത്ത് ഇറ്റ്. ഭയങ്കര ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് എൽഡോ. അഗ്നിപരീക്ഷയിലാണ് എത്തിയിരിക്കുന്നത്. അത് ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായി ആ വീട്ടിനുള്ളിലേക്ക് പോകാൻ പറ്റട്ടെ. ഹിയർസ് വിഷിംഗ് യു ദി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് താഷിയെ വിളിക്കാം അല്ലേ? താഷി, താഷി നോക്കാം. താഷിക്കുള്ള ടോപ്പിക് എന്താ? സ്വാർത്ഥത. സ്വാർത്ഥത. ഞാൻ ഭയങ്കര ഒരു സ്വാർത്ഥനായിട്ടുള്ള ഒരാളാണ്. സ്വാർത്ഥനല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്മ കർണാടകക്കാരി, അച്ഛൻ കേരളക്കാരൻ. അപ്പോ അമ്മ ഒരു അബദ്ധത്തിൽ അച്ഛനെ കെട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മ നാട്ടിൽ വരുന്നു, കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ലാംഗ്വേജ് അറിഞ്ഞുണ്ട്. അമ്മയ്ക്ക് കൊങ്ങിണി മാത്രമേ അറിയാവൂ. അമ്മ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വീടില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത് കുറെ ഗുജറാത്തി കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ തന്നെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു, എടാ നമുക്ക് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അന്ന് തൊട്ട് ഞാനൊരു ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുമായിരുന്നു, എല്ലാവരെയും പോയി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് ഞാനൊരു സെൽഫ് ലെസ് ആയിട്ടുള്ള ഒരാളായി മാറി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടീനേജ് ആയപ്പോഴത്തേക്ക് ഒരു റിലേഷൻഷിപ്പ്, അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. ഒരു 5-6 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നത്. ഐ വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹർ. ചോരയൊക്കെ വെച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പടമൊക്കെ വരച്ചിട്ടുണ്ട്. ദാറ്റ് മാഡ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ന്യൂസിലാൻഡിൽ പോകാനുള്ളൊരു ഇത് വന്നു, പഠിക്കാനായിട്ട്. അപ്പോൾ ന്യൂസിലാൻഡിൽ പോയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറയാണ്, പുള്ളിക്കാരിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, കാർ ക്രാഷ് ആയിരുന്നു, പുള്ളിക്കാരി മരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്രോക്കായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞത്. അന്ന് കരഞ്ഞു. പിന്നെ ഞാൻ അത് എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് ഒരു രീതിയിൽ ഒരു സൈഡിൽ നിന്ന് ഇൻഫോർമേഷൻസ് കിട്ടുന്നില്ല. എന്തായിരുന്നു ആക്സിഡന്റ്, എങ്ങനെയാണ് ആക്സിഡന്റ്, മരിച്ചോ ഇല്ലയോ, ഇത് സത്യമാണോ അല്ലയോ, ഒന്നും എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഐ ഫെൽറ്റ് സംതിങ് ഫിഷി. അപ്പൊ ഞാൻ ഒരുപാട് പേരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവർക്കും മെസ്സേജ്, ന്യൂസിലാൻഡ് പേര് ലൊക്കേഷൻ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചു. ന്യൂസിലാൻഡിലെ എംബസിനെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവിടുത്തെ മറ്റേ ഫ്യൂണറൽ പരിപാടി അത് ഇത് എല്ലാം നോക്കി, ആക്സിഡൻസിന്റെ ലിസ്റ്റ് നോക്കി. ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആക്ച്വലി അവിടെ നടന്നില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ഷീ വാണ്ടഡ് ടു മൂവ് ഓൺ. റീസൺ ബീയിങ് ഐ വാസ് വെരി സെൽഫ്ലെസ്. ഞാൻ സെൽഫ്ലെസ് ആയതുകൊണ്ട് ഞാൻ ബോറിംഗ് ആയി കാണും. ഐ വാസ് ദെയർ ഓൾ ദി ടൈം. ഞാൻ എല്ലാ കാര്യത്തിനും അവളുടെ കൂടെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തു, എല്ലാം ചെയ്തു. എൻഡ് ഓഫ് ദി ഡേ ഐ വാസ് റിജക്റ്റഡ്. ബട്ട് ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ ജയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് കണ്ടുപിടിച്ചു. ഞാൻ അവൾക്ക് മെയിലിട്ടു, അവൾക്ക് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവൾ എനിക്ക് റിപ്ലൈ തന്നു. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഞാൻ സെൽഫിഷ് ആയിരുന്നു. കാരണം വെച്ചാൽ സെൽഫിഷ് അല്ലാത്ത ആൾക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല. ജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം സെൽഫിഷാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് താഷി മറ്റാരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ഞാൻ ചതിച്ചിട്ടില്ല, പക്ഷെ ഞാൻ സെൽഫിഷാണ്. അപ്പൊ ഇനി ചതിക്കുമെന്നാണോ? വേണമെങ്കിൽ. എന്റെ ഗോൾ എത്തിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ ഞാൻ ചതിച്ചിരിക്കും. കാരണം വെച്ചാൽ എല്ലാവരും സെൽഫിഷാണ്. എല്ലാരും ചതിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്ന ആൾക്കാർ. എല്ലാരും ഗെയിമിൽ എല്ലാരും ഗെയിമിൽ ടോപ്പിൽ എത്താൻ വേണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒരു ഗെയിം സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. താഷി സെൽഫ്ലെസ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണോ? ഞാൻ എന്റെ കരിയർ അവർക്ക് വേണ്ടി സ്വിച്ച് ചെയ്തു. ഓക്കെ. പിന്നെ താഷി വേറൊരാൾക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
And if you feel comfortable, please tell us. I Karan am Tashiko, comfortable. Then please tell us. See, I got circumcised You got circumcised for for her. For her. Okay. മറ്റൊരാളുടെ ചതി മൂലം പിന്നീട് മറ്റാൾക്കാരെ ചതിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാകുന്ന അവസ്ഥയുണ്ട്. ഈ അനുഭവങ്ങൾ ഹൗസിനുള്ളിൽ കൊണ്ടുപോകുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അകത്ത് ചെല്ലുന്ന സമയത്ത് ഈ സ്വാർത്ഥത, ഈ സെൽഫിഷ്നെസ് യൂട്ടിലൈസ് ചെയ്തോളൂ. അങ്ങനെ മുന്നോട്ട് വെക്കോളൂ. എല്ലാവിധ ആശംസകളും. യെസ് താഷി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ തൽക്കാലം നമ്മൾ ഈ മാസ്ക് ഓഫ് എന്നുള്ള ഒരു സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. യെസ്, അപ്പൊ ഇനി നമുക്ക് ടാസ്കിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പോ വീക്കെൻഡ് വാറിലെ ഫസ്റ്റ് ടാസ്ക് റെഡിയാണോ? റെഡിയാണ്. അപ്പോ ടാസ്കിലോട്ട് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 20 പേരുണ്ട്. എന്ത് ചെയ്യണം? കേട്ടില്ല? ടീം. എന്നാ ഞാൻ പറയാം, ഇന്ന് ഇവിടെ ടീം ഇല്ല. യെസ്, എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ടാസ്കിനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നീ എന്താ ടാസ്ക് എന്ന് അറിയണ്ടേ? അപ്പൊ ടാസ്ക് ലെറ്റർ എന്റെ കയ്യിലുണ്ട്, വായിക്കാൻ. വാ എൽദോ, വായിച്ചോളൂ. കൂട്ടുകക്ഷി. ഇന്നത്തേത് ഒരു വ്യക്തിഗത ടാസ്ക് ആണ്, പക്ഷേ ഗ്രൂപ്പ് ചേരുക എന്നതാണ് ടാസ്ക്. അതായത് ഈ ടാസ്കിൽ വിജയിക്കണമെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ കൂട്ടുകക്ഷികളെ കണ്ടെത്തേണ്ടി വരും. പോയിന്റ് 1, നിശ്ചിത റൗണ്ടുകളായാണ് ടാസ്ക് നടക്കുക. ഓരോ റൗണ്ടിലും അവതാരക ഒരു നമ്പർ പ്രഖ്യാപിക്കും. ആ നമ്പർ എത്രയാണോ അത്രയും പേരുള്ള ഗ്രൂപ്പുകളായി മാറുകയും ഓരോ ബോക്സിനുള്ളിൽ നിൽക്കുകയും ചെയ്യണം. പ്രഖ്യാപിച്ച എണ്ണത്തിൽ ഗ്രൂപ്പാകാൻ കഴിയാത്ത മത്സരാർത്ഥികൾ പുറത്താകും. ഇത്തരത്തിൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഗ്രൂപ്പാകാൻ കഴിയാത്ത നിശ്ചിത മത്സരാർത്ഥികൾ പുറത്തായിക്കൊണ്ടേയിരിക്കും. വേഗത്തിലുള്ള തീരുമാനങ്ങളും ശരിയായ കൂട്ടുകെട്ടുകളും തന്നെയാകും ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ഗുഡ് ലക്ക്. ഓക്കെ, റെഡിയാണോ? യെസ്, റെഡി. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന നമ്പർ 3 ആണ്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആസ് യു വിഷ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1 ഗോ. അവിടെ 5 പേരുണ്ട്. ഞാൻ തരാം. വേണ്ട വേണ്ട വേണ്ട, വെച്ചോ 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 വെച്ചോ. ഇൻഫിനിറ്റി പെൻഡന്റും പവർ ഉണ്ടെന്ന് മറക്കരുത്. ഇതെന്താ നിങ്ങളുടെ പെർഫോമൻസിന് ഇന്നലെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അടക്കം മേടിച്ചതാണ്. അപ്പൊ ഒരു വിലയും ഇല്ലാതെ, ഈ ഷോയ്ക്ക് ഒരു വിലയില്ലാതെ ആ നിസ്സാരമായിട്ട് അത് കൊടുക്കാന്ന് പറയാണ്. കൊടുക്കാന്നല്ലേ പറഞ്ഞു, കൊടുത്തിട്ട് ഇറങ്ങി പോകൂ. കൊടുക്കൂ. പെൻഡനുള്ള നിങ്ങൾ സേഫ് അല്ലേ? അതുകൊണ്ട് പൊക്കോളൂ. കളിക്കണ്ടേ? കളിക്കണ്ടേ? ഇമ്മ്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പെൻഡനുള്ളവന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? പുറത്തു പോകൂലടാ. നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ കേട്ടാൽ മാത്രമേ വല്ലോ നടക്കുള്ളൂ. എന്താ ഫിസിക്കലി അറ്റാക്ക് ചെയ്യല്ലേ? ഞാൻ പോകാൻ പറഞ്ഞില്ല. ഈ ടാസ്ക് നീ എന്റെ കൂടെ നിന്നാൽ അടുത്ത ടാസ്ക് നീ പറയുന്നത് ഞാൻ ചെയ്യും. ബോക്സ് പൊട്ടിയാൽ എല്ലാരും ഔട്ടായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഒരു ഡിസിഷനിലോട്ട് എത്തുക കേട്ടോ. നമ്മളിപ്പോ 5 പേരാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. യെസ്, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ഇതിലിപ്പോ 5 ടീം, അവിടെ 3 ആൻഡ് ഇവിടെ 2, 5 ടീം നമ്മുടെ റൂൾ ബേസ് ചെയ്തിട്ട് തന്നെ 3 മെമ്പേഴ്സ് ഈച്ച് ആണ് നിൽക്കുന്നത്. ഈ ഒരു ടീമിൽ മാത്രമാണ് 5 പേര്. ടാസ്ക് എന്താ അനൗൺസ് ചെയ്തേ? ഒരു ബോക്സിൽ പറയുന്ന നമ്പർ വെച്ചിട്ട് വന്ന് നിൽക്കുക. എന്നിട്ട് അതിനുശേഷം
എന്നിട്ട് കൺവിൻസ് ചെയ്യുക എന്നിട്ട് ആരെങ്കിലും കൺവിൻസ് ചെയ്തോ? ഞാൻ ഇവരെ രണ്ടുപേരെ കൺവിൻസ് ചെയ്ത് എന്ത് പറഞ്ഞ കൺവിൻസ് ചെയ്ത്? അല്ല ഷാമോൻ എന്ത് പറഞ്ഞ? പക്ഷെ 5 പേരുണ്ടല്ലോ അതിനകത്ത്. ഒരുപക്ഷെ അടുത്തത് എനിക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. എനിക്ക് ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരുള്ള സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ പെൻഡന്റിന്റെ പവർ എന്താണെന്ന് ഷാമോൻ എങ്ങനെ അറിയാം? ഇല്ല, അറിയില്ല. അങ്ങനെ ഇവരെ സേവ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഞാൻ ചെയ്യും. എങ്ങനെയാണ് സാർ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് 2 പവർ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ടീമിലുള്ള 5 പേർക്കിടയിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവണം. ആ ഡിസ്കഷനിൽ നിന്ന് ആര് പുറത്തു പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. മെജോറിറ്റി എടുക്കാം ഞങ്ങള്. പ്രണവ്, ഷാമോൻ, തീരുമാനം മതി. ഡിസ്കഷൻ ആവശ്യത്തിലധികം സമയം തന്നു. തീരുമാനം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അകത്ത് പുറത്തിറങ്ങുന്നു. 5 സെക്കൻഡിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ഇറങ്ങും. ഞാനും ഇറങ്ങാം. 3 പേര് ഇറങ്ങിയാൽ എങ്ങനെയാ വീണ്ടും? പിന്നെ എല്ലാരെയും ഡിസ്ക്വാളിഫൈ ചെയ്തൂടെ? ഓക്കെ, ഇനി രാകേഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രാകേഷ്, ഇത് മനോഹരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഗെയിമിൽ രാകേഷ് എന്താ ചെയ്ത് ഇവിടെ വന്നിട്ട്? ഞാൻ ഇങ്ങോട്ട് ചാടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാകേഷിനോട് പറഞ്ഞു, രാകേഷ് മനോഹരമായിട്ടാണ്, ഫെയർ ആയിട്ടാണ് രാകേഷ് തന്റെ ഫിസിക്ക് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഗെയിമിൽ ഞങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കഴുത്തിൽ ആ പെൻഡന്റ് കിടക്കുന്നത്. അതേ ആള് അവിടെ ഒരു പെൺകുട്ടിയോട് പിടിച്ചുള്ളത് കണ്ടു, അവിടെ പോയിട്ട് ആ കൊച്ചിന്റെ കാലെ പിടിച്ചു വലിക്കുന്നത് കണ്ടു, ഇവിടെ വരെ പിടിച്ചുള്ളത് കണ്ടു. പ്രവീണിനോട് അവിടുന്ന് ഇറങ്ങാൻ ആരെങ്കിലും പറഞ്ഞോ? പിന്നെ മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്നു, പ്രവീണിനെ സപ്പോർട്ട് ചെയ്ത് യു ആർ ഗോയിങ് ടു ദ ഔട്ട് ഹൗസ്. ആർ യു ക്രേസി? നാളെ വീട്ടിൽ പോവാ? യു ഓക്കെ? തർക്കത്തിലേക്ക് പോയപ്പോ ഇത് ഇതാണ്. ദിസ് ഈസ് ബിഗ് ബോസ് ടാലന്റ്. ഗോ ഹോം. Do you want one chance to convince anybody to step out? ആരെങ്കിലും ചെയ്യുമോന്ന് എനിക്കൊന്ന് കാണണം. അകത്ത് കയറാൻ പറ്റില്ല, കൺവിൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഡന്റ് ഉള്ളതാണ്. ഓക്കെ ഓക്കെ, ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. കാരണം ഞാൻ ആ ഒരു ഇതിൽ ഇറങ്ങി വന്നു. കാരണം അവിടെ തർക്കമോ കാര്യങ്ങളോ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനൊരു സ്ട്രാറ്റജിക്കലി തീരുമാനം എടുക്കുവാണ്. പറഞ്ഞോളൂ. ഞാൻ ഇപ്പോ പ്രവീണിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇറങ്ങുന്നു. Thank you. You can step out. Praveen, you can step in. Is this the final ആണോ? Okay. Eldo and Shamon, you can go to the outhouse. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫിനിറ്റി പെൻഡന്റ് എന്ന് പറഞ്ഞ സാധനം ട്രാൻസ്ഫറബിൾ അല്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്നാ നെക്സ്റ്റ് റൗണ്ട് പോവാം. സോ നെക്സ്റ്റ് റൗണ്ടിനുള്ള നമ്പർ, ദി നമ്പർ ഈസ് 5. അത് നിങ്ങൾ പോകുന്നെങ്കിൽ എല്ലാരും ഒരുമിച്ച് പോകേണ്ടി വരും. മനസ്സിലായി? അപ്പോ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ തന്നെ. നിങ്ങൾ ജിമ്മിന് ഓപ്ഷൻ തന്നെ. പ്രോപ്പർട്ടി നശിപ്പിക്കരുത് പ്ലീസ്. യെസ് ജഡ്ജസ്, അപ്പൊ ബോക്സ് നമ്പർ 1, 2 and 3 അക്കംപ്ലിഷ്ഡ് ആണ്. ആൻഡ് ഈ ബോക്സിൽ മാത്രമാണ് 3 മെമ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നേരെ അങ്ങോട്ട് പോയിക്കോളൂ. ഷിബിൻ ആൻഡ് പൂജ, വെൽ ഡൺ. യെസ്, Excellent. വെൽ ഡൺ. Well played. വെൽ പ്ലേഡ്. ജഡ്ജസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ റൗണ്ട്? എങ്ങനെ Well ഉണ്ടായിരുന്നു? played. പെൺപുലികളുടെ ബുദ്ധിപരമായ പോരാട്ടം. വെരി ഗുഡ്. ആദ്യ ഡിസ്ട്രപ്ഷൻ പൂജ. അവിടെ 5 പേര് അവർക്ക് സെറ്റ് ആയി കണ്ടപ്പോൾ പൂജ അയൽ ജോയിൻ ആൻഡ് ഡിസ്ട്രപ്റ്റ് ദ എൻറ്റയർ ഗ്രൂപ്പ്. ഫസ്റ്റ് മൂവ്.
ഷിബിന, യുവർ മാനിപ്പുലേഷൻ പവർ അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രവീണിന്റെ എബിലിറ്റി ടു ബി മാനിപ്പുലേറ്റഡ് ബ്രില്യന്റ്. എൽദോ പ്രവീണിന് വേണ്ടി വിട്ടുകൊടുത്ത് അവിടെ വന്നതാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു സാധനം വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് വേണം വിട്ടുകൊടുക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിനുള്ള നമ്പർ LED-യിലായിരിക്കും വരുന്നുണ്ടാവാ. സോ 3, 2, 1 നമ്പർ പ്ലീസ്. നിങ്ങൾ എണീറ്റ് നിൽക്ക്, നിങ്ങൾ 6 മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ. ഡിസിഷൻ പറഞ്ഞോളൂ റനീഷ. യെസ്, അപ്പൊ ആ ഒരു ബോക്സും ഈ ഒരു ബോക്സും നമ്മുടെ റൂള് പ്രകാരം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. 6 മെമ്പേഴ്സ് ഈച്ച്. അവിടെ മാത്രമാണ് 3 പേര്. പാർവതി, എന്തുകൊണ്ടിറങ്ങിയത്? എനിക്ക് സ്വന്തമായിട്ട് ഒരു ടീം ചേർക്കാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. അതെ, വീക്കസ്റ്റ് പ്ലേയേഴ്സിനെ അങ്ങോട്ട് വിടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ആരാണ് വീക്കസ്റ്റ് പ്ലേയേഴ്സ്? ഒരുപാട് പേരുണ്ട്. പറഞ്ഞോളൂ. ഐ ബിലീവ് അളകനന്ദ, ഷിബിന ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ചേർക്കാറുന്ന ഒരു ഗേൾ പവർ ആയിരുന്നേനെ അത്. ആര് ജയിച്ചു? അമൃത, ആരെങ്കിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഷിബ്നയുടെ അടുത്ത് ഒരു സ്ട്രാറ്റജി ആയിട്ട്, ഷീ മേ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് എവറിത്തിങ് ബട്ട് ഷീ കൻ പ്ലേ ഹർ ഓൺ ഗെയിം. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ച്, ഷിബ്ന ഇഫ് കം ഹിയർ, അവിടെ 5 പേരേ ഉള്ളൂ, ഇവിടെ 4 പേര് ബൾക്കായിട്ട്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രാറ്റജി. ഇവിടെ 6 ആൾക്കാർ ഉണ്ടായിരുന്നു ആൻഡ് ഐ ഫെൽറ്റ് ഇവിടെ സ്ട്രോങ്ങസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അവരെന്റെ ഫ്രണ്ട്സ് ആണ്, എന്നോട് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സിനെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, വേറെ ആർക്കും എന്നെ മനസ്സിലാവുക. ഞാൻ പറഞ്ഞ ഒരു സോണേ ഇല്ല. Who will understand me if you not? Not I am. Not definitely I am not. I won't understand anyone because I am selfish person. You are not a selfish person. You're not a selfish person, Amrita. I am focusing on my goal. ഷിബിന 3 സുഹൃത്തുക്കളെ ചതിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ സ്വന്തം കൂട്ടുകാരിയല്ലേടി നീ? അല്ല, ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇതിന്റെ പുറത്ത് കാണിക്കാലോ. അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. You don't want to use that word here. അപ്പൊ പിന്നെ എന്തിനാണ് ആ ഡയലോഗ് ഉപയോഗിച്ചത്? സ്ട്രാറ്റജി അല്ലല്ലേ? Congratulations to the winning team. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 3 പേർക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഈ ടാസ്കിന്റെ ലാസ്റ്റ് റൗണ്ടിലോട്ട് പോവാണ്. 3, 2, 1 നമ്പർ പ്ലീസ്. ഞാൻ കേറണമെങ്കിൽ ഇതിലൊരാൾ ഔട്ടാക്കണം. എന്നാ ഞാൻ കേറും. ഇതിലൊരാൾ ഔട്ടാക്കിയാൽ ഞാൻ കേറും. ഇപ്പൊ 10 പേരേ ഉള്ളൂ. നീ ഒരാൾ കേറാൻ വേണ്ടിട്ട് ഒരാൾ എന്തിനു വേണ്ടിട്ട് നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരിക്കലും അതിനകത്ത് 11 പേര് കയറാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇവിടത്തേക്ക് അവര് വന്നാൽ മാത്രമേ അവർ ജയിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാരും പോട്ടെ, എല്ലാരും പോട്ടെ, എല്ലാരും പോട്ടെ, എല്ലാരും പോട്ടെ. സിഞ്ചിപ്പേ വാടാ, ഒന്ന് ആലോചിച്ച് നോക്കടാ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എടാ 2 പേര് വെച്ച് ഒരു ബോക്സിനകത്ത് കൊള്ളൂലടാ, മനസ്സിലാക്കടാ. It's already 11. It's already 11, bro. നീ ഇത്രയും വട്ടം ചതിച്ചില്ലേ? നിങ്ങൾ എന്താ വിശ്വസിച്ചത്? ഇത്ര നേരം ഇത്രയും നേരം ചതിച്ചോളൂ, നമുക്ക് പുറത്താക്കാം. ഏത് നിങ്ങൾ ഒരാൾ വിചാരിച്ച എത്ര പേരുടെ വിഷമിച്ചിരിക്കണേ? no physicality.
ഷിബിനയുടെ കാല് പുറത്തായിരുന്നു ഒരെണ്ണം. ഷിബിന കൺവിൻസ് ചെയ്തോളൂ. Because technically she was up in the air. ഇതില് ലോലിത, do you agree with me or not? ഇതില് പുറത്തേക്ക് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ഇല്ലേ? Yes. Yes, ഞാൻ എഴുതുന്നുണ്ട്. Gather numbers. ഞാൻ ആരാണത്? എനിക്ക് സോണ പുറത്തു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വോട്ട് എടുത്തോ. സോണ പോണെന്ന് പറയുന്നവർ കൈവന്തിക്കൂ പ്ലീസ്. കൺവിൻസ് ചെയ്യ. സോണ പോണെന്ന് കൺവിൻസ് You agree? അളകനന്ദ, സോണ ഇപ്പൊ പോയാ നീ സേഫ് ആണ് അളകനന്ദ. രാകേഷ് ഏട്ടാ, ഞാൻ സോങ് എല്ലാം തോന്നുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കീഴിലാണെന്ന്. അല്ലേ ഞാൻ ഉള്ളിൽ വരുന്ന ആളല്ലേ? ഞാൻ ഔട്ട് ഹൗസിൽ പോയി നിൽക്കേണ്ട ആളാണോ? ഷിബിന പുറത്തു പോണോന്നല്ലേ? അതല്ലേ? ആണോ? കൈ പൊക്കുക. Raise your hands. ഇതാണോ majority? ഇതാണോ majority? She is a good gamer. Shibna is a good gamer and I don't think she wants to go to... ഞങ്ങൾ ചോദിച്ചെന്താണ്? We're done with this game, Shibna. എയർലായതുകൊണ്ട് you are out. You can go to the outhouse. But ഇതാണോ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ്? നിങ്ങൾ ഇത്രയും പേരോട് അയാളെ ഔട്ടാക്കിയതിനു ശേഷം അയാളെ ഔട്ടാക്കി ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ അതിന് പോലും വ്യക്തിത്വം കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അതിനെ സേഫ് ഗെയിം എന്നല്ലേ പറയാ? ആരും സംസാരിക്കുന്നില്ല. Shut up. സംസാരിക്കേണ്ട സമയത്താണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളാണ് വിൻ ചെയ്തിരിക്കുന്നത്, അവരാണ് ഇതിൽ ലൂസ് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇൻഫിനിറ്റി പെൻഡന്റിന്റെ ഇന്നത്തെ പവർ എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സേഫ് ആണ്. ഇപ്പൊ മനസ്സിലായല്ലോ, നിങ്ങൾ സേഫ് ആവാണല്ലോ. അപ്പൊ അതോടുകൂടെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി തീരെയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയിരിക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ആ ചെയിൻ ഇൻഫിനിറ്റി പെൻഡന്റ് എന്റെ കയ്യിൽ തന്നിട്ട് പോവാം. ഔട്ട് ഹൗസിൽ ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ നമ്പർ കുറവാണ്, പക്ഷെ അവിടെ സേഫ് ആയിട്ട് കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ ഓൾറെഡി ഉള്ള 2 പേര് അങ്ങോട്ട് പോവുകയും ചെയ്തു, റൈറ്റ്? അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ആ നമ്പർ ഒന്ന് ബാലൻസ് ചെയ്യിക്കണമെന്നുണ്ട്. സോ ആ നമ്പർ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഔട്ട് ഹൗസിലേക്ക് 3 പേരെ പറഞ്ഞു വിടാനുള്ള ആ പവറ് ഞാൻ ഗസ്റ്റ് ജഡ്ജസിന് കൊടുക്കുകയാണ്. അടിപൊളി അടിപൊളി. നമ്മൾ ഇത്രയും നേരം നിന്ന് ഈ ഗെയിം കണ്ടതിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമ്മൾ 3 പേരെയാണ് ഇപ്പം ഫൈനൽ ചെയ്തേക്കുന്നത്. അതിൽ ഒരാളുടെ പേരാണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. അളകനന്ദയാണ് ഒരാള്. അളകനന്ദയ്ക്ക് ചെറുതായിട്ടൊന്ന് ഡേഞ്ചർ സോണിലായിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരാം. ഈ ബോക്സ് ടാസ്ക് വെച്ച് മാത്രമാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൽ കണ്ടാണ് അതിനകത്ത് ഒന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ഷിംജിത്ത് അവിടെ പലപ്പോഴും എന്താ ഒരു അപ് ടു ലെവൽ, ഒരു BB മെറ്റീരിയൽ എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഒരു ലെവലിലോട്ടുള്ള കുറച്ചുകൂടെ കയറി വരാനുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്ത ആളിനെ കണ്ടത് രചന. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫേസ് ഓഫ് എന്നുള്ളൊരു ടാസ്ക്, നമ്മൾ ഒരു ചെറിയൊരു ടാസ്ക് ചെയ്യാനുണ്ടായത്. അത് ദാറ്റ് ഈസ് ബിറ്റ്വീൻ ആ ഒരു ഔട്ട് ഹൗസിൽ പോയ മെമ്പേഴ്സിനെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവരും അവിടെ അങ്ങനെ സേഫ് ആയിട്ടിരിക്കണ്ട, നമുക്ക് ഈ ഒരു ടാസ്ക് ഇൻ വേഴ്സസ് ഔട്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഫേസ് ഓഫ് എന്നൊരു ടാസ്ക് ചെയ്യാം. ആൻഡ് ഇവിടെയും 10 മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെയും 10 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ആരൊക്കെ ഈച്ച് അതർ ഗെയിം കളിക്കണം എന്നുള്ളത് ഒരു പ്രിവിലേജ് അല്ലേ? അത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് അല്ലേ? അപ്പൊ ആ ഒരു പ്രിവിലേജ് ആർക്ക് കൊടുക്കാം? ഇതിൽ ആക്ച്വലി അർഹനായിട്ടുള്ള ഒരാളുണ്ട്. ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രാകേഷ് ഏട്ടൻ. ജസ്റ്റ് ബിക്കോസ് he's the only person having that infinity pendant. അപ്പൊ രാകേഷ് ഏട്ടൻ തീരുമാനിക്കൂ ഇവിടെ നിന്ന് ആര് ഗെയിം കളിക്കണം, ഇവിടെ നിന്ന് ആര് ഗെയിം കളിക്കണം. അങ്ങനെ ഒരു 10 പേയേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. സോ രാകേഷ് ഏട്ടാ ആ ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്യല്ലേ? വരാം. അപ്പൊ രാകേഷ് ഏട്ടാ ഇവിടെ നിന്ന് ഒരാളെ വിളിക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ സൈഡിൽ നിന്ന് ഒരാളെ വിളിക്കുക. രാകേഷ് ഏട്ടനും ഇതിന്റെ ഒരു ഭാഗമാണ്. രാകേഷ് ഏട്ടന്റെ ഓപ്പോസിറ്റ് ആര് കളിക്കണം എന്നുള്ളത് ഫസ്റ്റ് ചൂസ് ചെയ്യാം. ഞാൻ പ്രവീൺ. ഓക്കെ, പ്രവീൺ ആണ് അപ്പൊ രാകേഷ് ഏട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത്. പ്രവീണിന് ഇവിടെ വരാം. ആൻഡ് സെക്കൻഡ് ഇവിടെ നിന്ന് ഒരാളെ വിളിക്കാം.
സോന, ഷിബിന. ഇത് അസാധുവായിട്ടുണ്ട് ഇപ്പൊ ഉള്ള നമ്മുടെ ഈ പെൻഡന്റിന്റെ പവർ. യെസ്, ഉറപ്പായിട്ടും. അത് നേട്. താല്പര്യം ഇല്ലെങ്കിൽ ഇത് ഇനി വീണ്ടും തിരിച്ച് കൈക്കൽ വരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ഫേസ് ഓഫിന്റെ ആദ്യ റൗണ്ടില് പെർഫോം ചെയ്യാനായിട്ട് രാകേഷ് ഏട്ടനെയും പ്രവീണിനെയും വിളിക്കാം. Your time starts in 3, 2, 1, go. പ്രവീൺ, ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് പ്രവീൺ എന്ന് പറഞ്ഞ ഒരു പേര് എന്റെ തലച്ചോറിൽ ഭയങ്കരമായിട്ട് ഉറച്ചുപോയി. പക്ഷെ പ്രവീൺ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല. ആര് പ്രവീണിനെ എതിർത്തായാലും പ്രവീൺ തിരിച്ചൊന്നും പറയണില്ല. ഞാൻ കണ്ട ആരും ഉണ്ടാ പറയണത്. പിന്നെ ഒരു ഗെയിം കളിക്കാൻ വന്നാൽ തന്ത്രപരമായ നീക്കങ്ങളൊന്നും പ്രവീണിന്റെ ഭാഗത്തില്ല. പിന്നെ അതുമല്ല, ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എന്റർടൈൻ ചെയ്യിക്കണം. ബ്രോ, അതിലും താൻ ഭയങ്കര ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പൊ താൻ ഈ ഒരു കഥാപാത്രമൊക്കെ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ മച്ചാൻ അവിടെയുള്ള ആൾക്കാർ മൊത്തം തന്നെ ഇട്ട് പന്ത് കെട്ടും. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുക, ഭൂലോക മണ്ടത്തരമല്ലേ ബ്രോ അത്? ഒരു ഗെയിം എന്ന് പറയുമ്പോ എത്രത്തോളം കളിച്ചു എന്നത് അഗ്രസീവായിട്ട് ഒരാളുടെ മേത്ത് പിടിച്ചു വലിച്ച് കളിക്കുന്നതിനെ കുറിച്ച് എന്താ രാകേഷ്? ഗെയിം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ ഫിസിക്കൽ എബിലിറ്റി യൂസ് ചെയ്തിട്ടല്ല ഞാൻ കളിക്കല്. ഇന്ന് കണ്ടു ബ്രോ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. രാകേഷ് അവിടെ രാകേഷ് എന്നെ മാത്രം നോക്കിയിരിക്കുകയാണ് പണി. ഇവിടെ പിന്നെ അടുത്തത് ഒരുപാട് ചാടി കളിക്കുക എന്റർടൈൻ മാത്രല്ല. ഈ ഒരു ടാസ്കില് സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ പോകുന്നത് സോന ആൻഡ് ഷിബിന. Your time starts 3, 2, 1, go. സോണ, എനിക്ക് സോണേനെ പറ്റി പറയാനുള്ളത്, ഇത്രയും വലിയ ശക്തമായിട്ടുള്ള ഒരു ശബ്ദമുള്ള ഒരു ഉടമ എന്നുള്ള ഒരാളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള കോണ്ടന്റ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ലാസ്റ്റ് ടാസ്കിൽ അത്രയും പേര് അവിടെ 11 പേര് നിന്നതിനകത്ത് ഷിബിനെ എന്നെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഷിബിനയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ളതുകൊണ്ടാണ് ഷിബിനെ എന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു സേഫ് പ്ലെയർ അല്ല. സോണ ഇതുവരെ തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു സേഫ് പ്ലെയർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ എവിക്ഷനിൽ വന്ന് നിൽക്കില്ല. ഞാൻ ഒരു സേഫ് ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഞാൻ എവിക്ഷനിൽ വന്ന് നിൽക്കില്ല. You try to convince, but no. Thank you. Eldo and Parvati. So your time starts in 3, 2, 1, buzzer. എൽദോ എനിക്ക് വന്ന ഫസ്റ്റ് ഡേ തൊട്ട് എൽദോ വളരെ ഫേക്ക് ആയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നി. അതായത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒരു എക്സ്പ്രഷനും ഇവിടെ മറ്റാരും ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. വന്ന് താങ്കൾ ഒരു പൊളിറ്റീഷ്യന്റെ മുഖംമൂടി അണിഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടപ്പോൾ താങ്കൾ പതിയെ ആ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ചെറുതായിട്ട് താങ്കളൊരു 10-25 ദിവസത്തേക്കിനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വന്നൊരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. അതായത് സ്വന്തമായിട്ട് ഒരു സ്പോണ്ടേനിറ്റി താങ്കൾക്ക് ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. അത് ഗെയിംസിലാണെങ്കിലും ശരി തന്നെ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ താങ്കളുടെ സൈഡിൽ നിന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും പോവുക എന്നുള്ളതല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിച്ച് അത് മുന്നോട്ട് പോകാം. നമ്മൾ ഡേഞ്ചറസ് സോണിൽ വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഗെയിം കളിച്ചിട്ടുണ്ട്, നമുക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്യുമെന്ന് അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ശരിക്കും ഒരു ബിഗ് ബോസ് ഫാൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് താങ്കളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നില്ല. ഞാൻ പറയട്ടെ, ഒന്നാമതായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും പവർഫുൾ ലേഡി ആയിട്ട് കണ്ടത് പാർവതീനെയാണ്. ആദ്യത്തെ ടാസ്കുകളിൽ തന്നെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി. പക്ഷെ പിന്നീട് പാർവതീനെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കാനേ പോയില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ടാസ്കിൽ തന്നെ രാകേഷ് ചേട്ടനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മലത്തി അടിക്കായിരുന്നു. കാരണം നിങ്ങൾ നിൽക്കുന്ന 3 പേര് നിൽക്കുന്ന ഗ്രൂപ്പിലേക്കാണ് രാകേഷ് ചേട്ടൻ ബലമായിട്ട് വന്ന് കയറിയത്. ആ സമയത്ത് ഒന്ന് മാറിക്കൊടുത്ത, പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഞാനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്തു, ഞാനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. നിങ്ങൾ പോണം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ മറുകണ്ടം ചാടി. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം എൽദോയുടെ കയ്യിലുണ്ടായിരുന്നു. രാകേഷ് ചേട്ടന്റെ കയ്യിലുള്ള ആ പെൻഡന്റ് എൽദോയുടെ കയ്യിലുണ്ടായിരുന്നു. സ്ട്രാറ്റജി ഞാൻ പറയട്ടെ, അതൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടായി? രാകേഷ് ചേട്ടന് യൂസ് ഉണ്ടായി. എന്റെ മണ്ടത്തരമല്ല, എന്റെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു പൊളിറ്റീഷ്യൻ ആണ്.
ഞാൻ കേരള നിയമസഭ ഇലക്ഷന് മത്സരിച്ച ആളാണ്. ഞാൻ 100% നിങ്ങൾ പറഞ്ഞത് ഞാൻ പൊളിറ്റീഷ്യൻ അല്ല എന്നാണ്. നിങ്ങൾ പൊളിറ്റീഷ്യൻ, നിങ്ങൾ ആ ഒരു മുഖംമൂടിയാണ്. മുഖംമൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാള് പൊളിറ്റീഷ്യൻ അല്ല. നിലപാടിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിലപാടെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ ടാസ്ക് കളിച്ചിട്ടില്ല. നിലപാട് ശരിക്കും സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വരുന്ന സാധനമല്ല ഇവിടെ വേണ്ടുന്നത്. ടാസ്ക് കളിച്ചിട്ടില്ല. ഞാൻ കളിച്ച എല്ലാ ടീമും ജയിച്ചിട്ടുണ്ട്. ഞാൻ കളിച്ചിട്ടുള്ള എല്ലാ ടീമും ഇറ്റ്സ് മൈ സ്ട്രാറ്റജി. 3, 2. അപ്പൊ ഞാൻ എല്ലാ പോയിന്റുകളെയും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. Okay, thank you so much. And next, Afianas and Amrita. You can go in 3, 2, 1, buzzer. ഞാൻ കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഡേ 1 തൊട്ട് കാണാൻ തുടങ്ങുന്നത് അഫിയ ഭയങ്കര സേഫ് ഗെയിം ആയിട്ട് കളിക്കുന്ന ഒരിതാ. ഫ്രം ദ ഡേ 1 അമൃതനെ ഞാനിവിടെ കണ്ടിട്ടില്ല. ഒരുപാട് പേര് ആൾക്കാരുടെ പേരുകൾ നമ്മൾ പഠിച്ചു, അവരെ കണ്ടു, അവരുടെ വ്യക്തിത്വം കണ്ടു, പേഴ്സണാലിറ്റി കണ്ടു. പക്ഷെ അമൃതനെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളത് കണ്ടിട്ടില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. അമൃത, ഞാൻ എഴുതി ഒപ്പിട്ട് ആർക്ക് വെള്ളം കൊടുക്കും. യു ആർ പ്ലേയിങ് എ സേഫസ്റ്റ് ഗെയിം. പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് എന്ത് വിശ്വസിച്ച് അമൃതനെ വിടും? അവർക്ക് അവിടെ വേണ്ടത് നിലപാടുകൾ, വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ബിഗ് ബോസ് ഹൗസ്. അൺഫോർച്ചുനേറ്റ്ലി 100 days അതിന്റെ ഉള്ളിൽ ഗെയിം മാത്രം കളിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഐ ഡോണ്ട് തിങ്ക്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോൾട്ട്. നീ എപ്പോഴും നീ നിന്റെ വ്യക്തിത്വം എവിടെയും കാണിച്ചില്ല. നിന്റെ മുകളിൽ ഇപ്പോഴൊരു മാസ്ക് ഉണ്ട്. Stop. എന്തപ്പോഴും ഉണ്ടായേ? എന്നിട്ടൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും. നെക്സ്റ്റ്, ഷിംജിത്ത് and Shijlal. You can start in 3, 2, 1, buzzer. ഞാൻ സംസാരിക്കാം. അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗെയിം ഷോ മാത്രമല്ല, അവിടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളൊരു ടീം ടാസ്ക് വന്ന സമയത്ത് ഷാനോ അവിടെ ഇരുന്ന് അഭിറാം എന്ന ക്യാപ്റ്റനെയും നിന്നെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ഗെയിം അവിടെ കളിച്ചു. കാരണം ഞാൻ റാഷ, ശ്യാം, ഞങ്ങൾ ബിജുവേട്ടൻ, ഇവരൊക്കെ ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ട് അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ അവരുടെ മാനിപ്പുലേഷൻ വീണ ഒരു വ്യക്തിയാണ് നീ. അങ്ങനെ ആ ഗെയിം ഇവിടെ കളിച്ച് നമ്മളെ ടീം തോറ്റു. അവൻ സെൽഫിഷായി കളിച്ച ഒരു ടീം തോറ്റു. എന്നിട്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞ സമയത്ത് നീ എന്നോട് കളിയാ വിട്ടേക്ക് അത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ വിലയിരുത്തുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥലത്തും വോയിസ് റേസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ. അതായത് എന്തെങ്കിലും നമുക്ക് ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സത്യമെന്ന് തോന്നുന്നതിനെ സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ ബിഗ് ബോസ് പോയിട്ട് എന്തുണ്ടാക്കാനാ? ഒരു ടീം നമുക്ക് തരുന്ന സമയത്ത് ടീമിനെ കുറ്റപ്പെടുത്തലല്ല, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു ടീമിന്റെ ടീമിനെ എപ്പോഴാണ് കുറ്റപ്പെടുത്തിയിട്ടാണ് നീ സംസാരിച്ചത്. ഒരാൾ ചെയ്ത ടൈമിങ്ങളാണ്. ഞാൻ പറയട്ടെ, നിനക്ക് എന്നിൽ കാണാൻ പറ്റിയ ചെറിയൊരു കരട് മാത്രം, പക്ഷെ ഞാൻ നിന്നിൽ കാണുന്ന അതൊരു ബിഗ് മിസ്റ്റേക്ക് ആണ്. കാരണം നമുക്ക് ചുറ്റും അനീതിക്ക് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഇവിടെ സ്റ്റേജിലോട്ട് ഫസ്റ്റ് ഇംപ്രഷൻ കൊണ്ടുവന്ന ഞാനാണ്. 2 പെൻഡന്റ് മേടിച്ച ഞാനാണ്. നിനക്ക് ഇതുവരെയൊന്നും ചെയ്തില്ല. എല്ലാവരും കൂടുതൽ പെൻഡന്റ് മേടിച്ചാണ്. പെൻഡന്റ് വെറുതെ കിട്ടുന്നല്ല, അവരിവിടെ കളിച്ച് ജയിച്ച് നേടിയെടുത്തവരാണ് ഞാൻ. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലടാ, എന്റെ രീതിയിലൊക്കെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തെറ്റ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ പവറായിരുന്നു. ഒരാള് 4 തവണ നോക്കിയാൽ നമ്മൾ പവർഫുൾ ആയിരിക്കണം, പക്ഷെ നിന്നിൽ അത് കണ്ടിട്ടില്ല. എപ്പോഴും ഞാൻ ആക്റ്റീവാണ്, പവർഫുൾ ആണ്, പക്ഷെ നിന്നിൽ ഞാൻ കണ്ടിട്ടില്ല. Stop. Thank you. And next, Shijin and Shyam. So you can start in 3, 2, 1, buzzer. ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഷിജിൻ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗെയിമുകളിൽ ഷോ ഓഫ് കാട്ടി തന്നെ മുന്നേറാനായിട്ടാണ് നീ ആഗ്രഹിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഗെയിം മാത്രമല്ല കാര്യം, സംസാരിക്കണം. നീ ഒരു കാര്യം പോലും സംസാരിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എത്തിക്സ് നീ ഇവിടെ നിന്നിട്ട് ഇപ്പോ ഈ കഴിഞ്ഞ ഗെയിമിൽ പോലും നീ ഇവിടെ നിന്ന് പറഞ്ഞു സത്യസന്ധത ജയിക്കുന്നില്ല എന്ന് ആരെ പറഞ്ഞത്? സത്യസന്ധത മാത്രമല്ല, ഒരു മോഷ്ടിക്കുന്ന ടാസ്ക് ആണെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മാറി നിൽക്കുമോ ടാസ്കിൽ നിന്ന്? അതല്ല ഗെയിം. ഞാൻ പറയുന്നു, ബ്രോയ്ക്ക് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്താ പറയാ, ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ
ബ്രോയ്ക്ക് അതിൽ ഏതാണ് റിസ്കി ടാസ്ക് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കഴിവില്ല. മനസ്സിലാവും. ബ്രോയ്ക്ക് എപ്പോഴും എന്താ ഒരു നല്ലൊരു സേഫ് പ്ലേസിൽ നിൽക്കണം. ഒന്നിൽ കൂടുതൽ തവണ ബ്രോ ഔട്ട് ഹൗസിൽ പോയിട്ടുണ്ട്. ഔട്ട് ഹൗസിന്റെ പടി പോലും കാണാത്തവനാണ് ഞാൻ. എന്തോ ബ്രോ ഓഡിയൻസ് കാണാനുള്ള ബിഗ് ബോസിൽ പോകാനുള്ള നിന്റെ യോഗ്യത ഞാൻ ഇതുവരെ ഔട്ട് ഹൗസിൽ പോയിട്ടില്ല. ഒരു ഗെയിം കളിക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നീതി ന്യായം എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഭവം, ഒരു ചെറിയൊരു ഇതെങ്കിലും നമ്മളെന്തോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനോട് ചെറിയൊരു നീതി കാണിക്കണം. Stop. Thank you. And next, Lolita and Alagananda. You can start in 3, 2, 1. Buzzer. എനിക്ക് തോന്നുന്നു ലൊലീറ്റ ഇപ്പോഴും സ്റ്റിൽ ഒരു മാസ്ക് ധരിച്ചിട്ടാണ് ഇപ്പോഴും ഈ ഒരു അഗ്നിപരീക്ഷയിൽ നിൽക്കുന്നത്. ലൊലീറ്റന്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ എവിക്റ്റായി പോയിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്. അവരുടെ സ്പേസ് പോലും ലൊലീറ്റ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇരട്ടത്താപ്പ് പോലെ എനിക്ക് പലവട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ടാസ്ക് ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും മെയിൻ തിങ് ഉണ്ട് റെസ്പെക്ട്. എല്ലാത്തിനും മറുപടി പറയണം, എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യണം. അത് നമ്മൾ പറയുന്ന കാര്യത്തിന് പോയിന്റ് ഉണ്ടാവണം. ചുമ്മാ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ രണ്ടും ടീമായിട്ട് ആക്ടിങ്ങിന്റെ ഇത് നമ്മൾ രണ്ടും സെയിം ടീമായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കളിക്കായിരുന്നു അവിടെ. പൊക്കാൻ പറ്റില്ല. പർപ്പസ് എനിക്കായിരുന്നു ഗ്രൂപ്പിൽ സ്റ്റോപ്പ്. നെക്സ്റ്റ് നമുക്ക് ഷാമോൻ ആൻഡ് Tashi. You can start in 3, 2, 1 and buzzer. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഷാമോൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു ക്യാരക്ടറാണ്, സ്ട്രോങ് പ്ലെയർ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നെ കളിയൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഷാമോൻ സംസാരം മാത്രമേ ഉള്ളൂ, കളി ഇല്ലാന്ന്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെ ശൂന്യതയിൽ നിന്നോ അല്ലെ മറ്റൊരാളുടെ കഥയോ എടുത്തു പറഞ്ഞ് ഞാനിവിടെ നിന്നിട്ടില്ല. ഇന്ന് താഷി ഇവിടെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സെൽഫിഷ്. താങ്കൾ നന്നായിട്ട് സംസാരിച്ചു. താങ്കളുടെ ജീവിത കഥയെ ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ അനുഭവിച്ച മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് താങ്കൾ സെൽഫിഷായി എന്ന് താങ്കളൊന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ താങ്കൾ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സെൽഫിഷാണ്. ആ പരാമർശം താങ്കൾ പറഞ്ഞ തെറ്റാണ്. കാരണം ബിഗ് ബോസിലേക്ക് പോകാനിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വായിൽ നിന്ന് അത് വരാൻ പാടില്ല. നിങ്ങൾ മൊത്തത്തിൽ ജഡ്ജ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ജഡ്ജ് 5 പേരുണ്ട്. ഈ 5 പേര് അവർ സെൽഫിഷ് ആയിട്ട് ഇപ്പോൾ അഖിലേട്ടൻ അല്ലെങ്കിൽ രഞ്ജിത്ത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കാര്യം നെക്സ്റ്റ് പ്രണവ് ആൻഡ് പൂജ. You can start in 3, 2, 1 buzzer. ഫസ്റ്റ് ഡേയില് പൂജ ചേച്ചി കീന്റെ ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ചേച്ചി ഒരു സത്യത്തിന് വേണ്ടിയാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നുള്ളത് തോന്നി. അന്ന് മാത്രമാണ് ചേച്ചിയുടെ വോയിസ് ഞാൻ കൃത്യമായിട്ട് കേട്ടത്. എന്നെ നോക്കുമ്പോൾ ഞാൻ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിലെ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ച് ആദ്യത്തെ പെന്റഗൺ വാങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷെ ചേച്ചിക്ക് ഇതുവരെ ഒരു പെന്റഗൺ പോലും കിട്ടിയിട്ടില്ല. ഓൾറെഡി നമ്മുടെ ജഡ്ജസ് തന്നെ നാള് പറഞ്ഞു പ്രണവേ നിന്നെ ഇതുവരെ മനസ്സിലാക്കില്ല. എന്നാ നിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ആ സംഭവം ഇതുവരെ മനസ്സിലായിട്ട് ഇപ്പൊ 7 ദിവസമായി. ഈ 7 ദിവസമായിട്ടും നിന്നെ കറക്റ്റ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അന്നൊരു എലിമിനേഷന്റെ ടൈമിൽ എന്നോട് ചോദിച്ചു ആരെയാണ് ഔട്ട് ആക്കണത്, സേവ് ആവണോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നീ പാനിക് ആവുന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് പ്രതികരിക്കേണ്ടി വരുമ്പോൾ കറക്റ്റ് നമ്മൾ ആ സമയത്ത് പ്രതികരിക്കണം. നിനക്ക് എന്താ തോന്നണേന്ന് വെച്ചാൽ നീ ഇത് പറയണം. ഒരു നമുക്ക് 5 ലെവലായിട്ടുള്ള ടാസ്കിൽ അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഗെയിം നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ ഞാൻ പക്ഷേ പസിൽ ഗെയിമാ. അത് അത്യാവശ്യം കോൺസെൻട്രേഷൻ വേണം. ഞാൻ എപ്പോഴും റിസ്ക് എടുത്തുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. ഗെയിമിലായാലും നന്നായി കളിച്ചു എന്ന് എന്നെ പറഞ്ഞു ഇന്നും. താങ്ക് യു. നെക്സ്റ്റ് ഈ റൗണ്ടിൽ ലാസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്നത് രചന ആൻഡ് വിശാഖ്. 3, 2, 1 go. വിശാഖ് ശരിക്കും ഒരു ഋത്തിക് റോഷന്റെ മുഖമുള്ള എന്നാ ഉള്ളിലൊരു കീരിക്കാടൻ ജോസ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നീ മൊത്തം കണ്ടന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നീ എപ്പോഴും കളിക്കാൻ ശ്രമിക്കുന്നത്. നീ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണ്. കാരണം നീ മറ്റുള്ള ടീമിലുള്ള ആൾക്കാര് നിനക്ക് എങ്ങനെ സ്പേസ് എടുക്കാം അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നീ എപ്പോഴും ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡ്സ് കളിക്കുന്നുണ്ട്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം നീ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോയെ പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ നീ എല്ലാവരോടും വെറുതെ ആവശ്യമില്ലാണ്ട് ചുമ്മാ പ്രിക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക. നീ നിന്റെ ഇമേജിനെ ചേഞ്ച് ചെയ്യണം. അതിന്റെ അർത്ഥം നീ ഒട്ടും റിയൽ അല്ല എന്നുള്ളതാണ്. ചേച്ചിയുടെ ആദ്യത്തെ ഗെയിം തൊട്ട് ഇതുവരെയ്ക്കും
രചന എന്തു ചെയ്തു എന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നല്ല അസലായിട്ട് ബർഗറും കഴിച്ചു, 2 ലസ്സിയും കുടിച്ചു, മന്തിയും കഴിച്ചു. നീ എന്ത് ചെയ്തു? അവിടെ നീ ഫ്ലിപ്പ് ചെയ്യണ സാധനം അവിടെ നീ കൊളമൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ടാസ്ക് എടുത്താൽ അതിനകത്ത് അറിയാം, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് കളിക്കായിരുന്നു, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കളിക്കായിരുന്നു. അങ്ങനെ ഒരു കളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വിളിക്കുമ്പോൾ രചന അങ്ങോട്ട് വരുന്നു. അപ്പൊ രചനയ്ക്ക് ഒരു നിലപാട് അവിടെ ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ രചനയ്ക്ക് സ്വന്തം നിലപാടിൽ ഷിബിനെ പുറത്താക്കി എത്ര പേര് ചോദിക്കുന്നു ചോദിച്ചപ്പോൾ ആദ്യം രചന എന്താ ചെയ്തത്? കൈ പൊക്കിയില്ല. മാത്രം സ്വന്തം നിലപാടിൽ ഞാൻ അവിടെ സോന പെർഫോം ചെയ്തത് അവളെക്കാൾ ബെറ്റർ ആയിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല. എനിക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് പേഴ്സണലി എനിക്ക് സോനയോടായിരുന്നു എതിർപ്പ്. പക്ഷെ അല്ലല്ല, ഞാൻ ഫെയർ ഗെയിമാണ് കളിച്ചത്. കണ്ടിട്ടുണ്ട്. Stop. Thank you. Now it's time for the elimination. നമുക്ക് ആദ്യം ഒരു 4 പേരെ വിളിച്ചിട്ട് സംസാരിക്കാം. ആദ്യം പ്രവീൺ. വിളിക്കുന്നവരെ സ്റ്റേജിലോട്ട് വരാം കേട്ടോ. പാർവതി, ഷിൻജിത്ത്, രചന. ഇതിനകത്ത് ഇപ്പം ആരിതിനകത്ത് കണ്ടിന്യൂ ചെയ്താലും ആരിവിടെ നിന്ന് ഔട്ടായി പോയാലും ഇതൊന്നിൻ്റെ ഒരു അവസാനമല്ല. കോടിക്കണക്കിന് മലയാളികളിൽ നിന്നും ഇത്രയും പേര് സെലക്റ്റായി ഈ വേദി വരെ എത്തുന്നത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ് അല്ലേ? ഇത് അതിനാദ്യം നിങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. സോ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡായിട്ട് നമ്മൾ എലിമിനേഷൻ പ്രോസസ്സ് കാണുന്നു. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡ്രാമ അറൗണ്ട് ഇറ്റ്. ആൻഡ് ടുഡേ എനിക്ക് അധികം ഡ്രാമ ചെയ്യാൻ താല്പര്യമില്ല. അൺഫോർച്ചുനേറ്റ്ലി 4 of you are eliminated right now. And Praveen ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, you're a very sweet person. And we don't think പ്രവീണിനെ പോലൊരു പേഴ്സണാലിറ്റി ബിഗ് ബോസ് ഹൗസിൽ എത്ര സർവൈവ് ചെയ്യും, ഫിറ്റ് ആയിരിക്കും, ഓഡിയൻസിന് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. വി ആർ നോട്ട് ഷുവർ. സോ ഫോർ ദാറ്റ് റീസൺ യു ആർ എലിമിനേറ്റഡ്. രചന, you're very nice. Thank you. I mean, unnecessary drama illa, avashyillata kachara illa, ഭയങ്കര composed ആയിട്ടുള്ള. You're very nice. Dignified. You're very dignified. I'm an HR. We can see that. Again, for the same reason, we think you are too nice for the house. ഞങ്ങൾ ആക്ച്വലി നിങ്ങളെ രക്ഷിക്കുകയാണ്. ട്രസ്റ്റ് മീ. പാർവതി ഇന്ന് ആക്ച്വലി ഡിബേറ്റ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ടോട്ടൽ ഇതുവരെയുള്ള ഒരു 7-8 ദിവസത്തെ പെർഫോമൻസിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഇവിടെ ഇരിക്കാനുള്ള അർഹതയുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ. ഷിൻജിത്ത് ആണെങ്കിലും കുറെ ടാസ്ക് നല്ലോണം ചെയ്തു, കുറച്ച് പേഴ്സണാലിറ്റി നമ്മൾ കണ്ടു. പക്ഷെ കമ്പയറിംഗ് ബാക്കിയുള്ള ആൾക്കാർ ഈ ലാസ്റ്റ് 20ൽ നമ്മൾ അവസാന ഫിൽറ്ററിംഗ് നടത്തുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ ടൈമിൽ ഒരു റൈറ്റ് കാൻഡിഡേറ്റ് ആണ് ഫോർ ബിഗ് ബോസ്. പ്രോബബ്ലി ഇനി വരുന്ന വർഷങ്ങളിൽ മേ ബി യു ഗൈസ് കൻ ട്രൈ. സോ ഐ എം ഗോണ ഹാവ് ടു എലിമിനേറ്റ് യു. ഒരിക്കൽ കൂടെ പറയുന്നു ഗൈസ്, യു ഗൈസ് ഡിഡ് അമേസിംഗ്ലി വെൽ. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ടോപ്പ് 20ൽ നിങ്ങൾ കേരള ജനതയിൽ നിന്നും എത്തി. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റി ആൻഡ് ഹിയർസ് വിഷിംഗ് യു ദി വെരി ബെസ്റ്റ്. യെസ്, അപ്പൊ 4 പേർക്കും പോവാൻ സമയമായി. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. See you somewhere. The world is round. Bye. Bye bye. പാർവതി ബൈ. യെസ്, അപ്പൊ ദേ വീക്കെൻഡ് വാർ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെയും കാണും. ഒരുപാട് അപ്രതീക്ഷിത നിമിഷങ്ങളും വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ 2 ഗസ്റ്റ് ജഡ്ജുകളോടും താങ്ക്സ് പറയാണ്. ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിലും ഇത്രയും പേർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിലും നല്ല നല്ല അഡ്വൈസസ് കൊടുത്തതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മാത്രമാണ് ഇവിടെ കഴിയുന്നത്. നാളെ പുതിയ വഴിത്തിരിവുകളും കഠിനമായ ടാസ്കുകളും മത്സരങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അതിൽ നോക്കാം ആരെല്ലാം വീഴും ആരെല്ലാം വാഴും എന്ന്. അപ്പോൾ അൺടിൽ ദെൻ ഇറ്റ്സ് മീ റനീഷ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.